കുറച്ച് പേരെ എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു, ചേട്ടാ ദുബായിൽ വിസിറ്റ് വന്നേക്കാണ്, ജോബ് കിട്ടാനായിട്ട് കുറച്ച് ടിപ്സ് പറഞ്ഞുതരാമെന്ന്. സംഭവം നോർമലി എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ എല്ലാ ജോബ് സൈറ്റിലും കയറിയിട്ട് രജിസ്റ്റർ ചെയ്യുക, ജോബ് നോക്കുക എന്നുള്ളതല്ലാതെ ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം. ഞാൻ ഈ പറയണ കാര്യം എത്ര പേർക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, എന്നാലും പറ്റുന്നവരൊക്കെ ചെയ്തോ. ഞാൻ ജോലി ചെയ്യുന്ന കമ്പനി നിൽക്കുന്നത് ഷെയ്ഖ് സയ്യിദ് റോഡിലാണ്. ഈ ഷെയ്ഖ് സയ്യിദ് റോഡിൽ തന്നെ എത്ര ബിൽഡിങ്ങുകൾ ഉണ്ട്, എത്ര കമ്പനികളുണ്ടെന്ന് നിങ്ങൾക്ക് അറിയോ? ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഞാൻ നിൽക്കുന്ന ബിൽഡിങ് 20-22 നിലയേ ഉള്ളൂ. ഇതില് 100-ലധികം കമ്പനികൾ ഈ ബിൽഡിങ്ങിലുണ്ട്, 100-ലധികം. നിങ്ങൾക്ക് ഈ ചൂടും ഇതൊന്നും അധികം പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഡയറക്റ്റ് CV ഡ്രോപ്പാണ്. അപ്പൊ നിങ്ങൾക്ക് തോന്നും ഈ CV ഡ്രോപ്പ് കുറച്ച് റിസ്ക് അല്ലേ, കാരണം ബിൽഡിങ്ങിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സെക്യൂരിറ്റീസ് ഒന്നും നമ്മൾ അകത്തേക്ക് കയറ്റി വിടില്ല. ഓക്കെ, സംഭവം ശരിയാണ്. പക്ഷെ നിങ്ങൾക്ക് ഈ ലോബിയിലൊക്കെ കയറിച്ചില്ല, റിസപ്ഷനിലൊക്കെ നിങ്ങൾക്ക് കയറിച്ചതിനോട് ഒരു പ്രശ്നമില്ല. ഇപ്പൊ സെക്യൂരിറ്റികൾ കയറ്റി വിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണത്, നമ്മുടെ ഈ റിസപ്ഷന്റെ പുറകില് ഈ ബിൽഡിങ്ങിലുള്ള കംപ്ലീറ്റ് കമ്പനീസിന്റെ ലിസ്റ്റ് എഴുതിയിട്ടുണ്ടാവും. ഫുള്ളായിട്ട് ഒട്ടിച്ച് എന്നെ കമ്പനിയാണെന്നുള്ളതിന്റെ ഫുള്ള് ഡീറ്റെയിൽസ് എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു ഫോട്ടോ എടുക്കുക. ഇപ്പോ സെക്യൂരിറ്റി അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ സമ്മതിക്കില്ല. നൈസായിട്ട് ഇത് ഫോൺ ഇങ്ങനെ പിടിച്ചിട്ട് നൈസായിട്ട് 2 ഫോട്ടോ എടുക്കുക. എന്നിട്ട് നിങ്ങൾ ആ ഫോട്ടോന്ന് നിങ്ങളുടെ ഫീൽഡ് റിലേറ്റ് ചെയ്തുള്ള കമ്പനീസ് മാത്രം ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അവരുടെ മെയിൽ ഐ ഡി തപ്പി ഡയറക്റ്റ് CV അടിച്ചു. ചില സെക്യൂരിറ്റീസ് ഒക്കെ ഇത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ പിടിക്കുക. അപ്പോൾ ഒന്നെങ്കിൽ അവർ കാണാതെ എടുക്കാൻ നോക്കുക, അല്ലെങ്കിൽ ആ ബിൽഡിങ്ങിലുള്ള ആരെങ്കിലും അടുത്ത് പറഞ്ഞിട്ടൊക്കെ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒപ്പിക്കാനൊക്കെ പറ്റും. അപ്പോ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഈ ബിൽഡിങ്ങിൽ ആക്റ്റീവായിട്ടുള്ള കമ്പനികളുടെ പേര് മാത്രമാണ് ശരിക്കും ഇതിന്റെ പുറകിൽ റിസപ്ഷനിലൊക്കെ എഴുതി വെക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചും കൂടെ ഉപകാരമായിരിക്കും. പിന്നെ വേറൊരു കാര്യം പറഞ്ഞുതരാം, ഒടുക്കത്തെ ചൂടാണ് പുറത്ത്. ഒന്നെങ്കിൽ രാവിലെ നേരത്തെ കഴിഞ്ഞിട്ട് പോവുക, അല്ലെങ്കിൽ ഒരു ഈവനിങ് ടൈമിൽ പോവുക. ഉച്ചയ്ക്കൊക്കെ പോയി പുറത്തിറങ്ങിയാൽ കരിഞ്ഞു കൂട്ടാ.